നമസ്കാരം. ഇൻ സർവീസിലുള്ള അധ്യാപകരും അതേപോലെ തന്നെ സെറ്റ് മാത്രം, നെറ്റ് മാത്രം, കേറ്ററ്റ് 3 മാത്രം ഒക്കെ ആയിട്ടിരിക്കുന്ന അധ്യാപകരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന വാർത്തകൾ കണ്ടിട്ട് എന്താണ് യാഥാർത്ഥ്യം, ഇതിലേതാണ് ശരി, നമ്മളെയൊക്കെ എങ്ങനെ ഇത് ബാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടത്തുന്നു. അതേക്കുറിച്ചുള്ള അപ്ഡേഷൻസ് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്നു, കോളുകൾ വരുന്നു, എല്ലാം വരുന്നു. സുപ്രീം കോടതിയിൽ ഒരു വിധിയോടുകൂടിയാണ് ഇത്രയേറെ ചർച്ച ചെയ്തിരിക്കുന്നത് അല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത, അല്ലെങ്കിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ കേറ്ററ്റ് സുപ്രീം കോടതി വിധിയിലെ സാഹചര്യം എന്താണ്, ആരെല്ലാം കേറ്ററ്റ് എഴുതണം, അല്ലെങ്കിൽ കേറ്ററ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് സീറ്ററ്റോ കേറ്ററ്റോ, ടെറ്റ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എംഎഡ്, നെറ്റ്, സെറ്റ് എന്നിവയുടെ തുല്യത ഇല്ലാതാകും, അതാണല്ലോ ഏറ്റവും വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത്. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനകത്ത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? നിങ്ങൾ ഈ ഒരു സുപ്രീം കോടതി വിധിയെ മാത്രം വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്താൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. സെറ്റ് ഉണ്ടെങ്കിൽ അത് പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഉള്ളവർ ഭയങ്കര എന്താ പറയുക, ദേഷ്യത്തോടു കൂടിയാണ് ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലരെങ്കിലും. അപ്പോൾ ഇൻ സർവീസ് ഉള്ളവർ പ്രത്യേകിച്ച് 5 വർഷത്തിനുള്ളിൽ താഴെ ജോലി ബാക്കിയുള്ള അല്ലെങ്കിൽ സർവീസുള്ള ആളുകളെല്ലാം ഇത് എഴുതണം എന്നുള്ള രീതിയിൽ റൂൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2009 RT ആക്ട് പ്രകാരം സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം RT ആക്ടിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന്റെ സെക്ഷൻ 23 പ്രകാരം അധ്യാപക നിയമനത്തിലുള്ള കുറഞ്ഞ യോഗ്യതകൾ നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, NCTയും കേന്ദ്ര സർക്കാരുമാണ് RT ആക്ടിൽ വരുന്ന റേഞ്ചിലുള്ള വിദ്യാഭ്യാസം, അതായത് 1 മുതൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ ഇതിനകത്ത് വരുന്നത്. 8ാം ക്ലാസ് വരെ, CBSEയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആ ഏജ് ഗ്രൂപ്പിന്റെ നിയമനം എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2010 ഓഗസ്റ്റ് 23 പുറത്തിറക്കിയ വിജ്ഞാപനത്തിലൂടെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കി. NCT ടെറ്റ് നിർബന്ധമാക്കി 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക്. അവർക്കാണ് ഇത് പ്രശ്നവും വരുന്നത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിരീക്ഷണം എന്താണെന്ന് നോക്കാം. ഈ കേന്ദ്ര നിയമങ്ങൾ നിലനിൽക്കെ കേരള സർക്കാർ പുറപ്പെടുവിച്ച ചില എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നിയമലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എംഎഡ്, എംഫിൽ, നെറ്റ്, സെറ്റ്, PhD തുടങ്ങിയ ഉയർന്ന യോഗ്യതകളുള്ളവർക്കും കേറ്ററ്റിൽ നിന്ന് ഇളവ് നൽകാനുള്ള സർക്കാർ ഉത്തരവുകൾ, ആ ഉത്തരവിന്റെ നമ്പർ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന ആ ഒരു ഇളവ് എന്ന് പറയുന്നത് സർക്കാരാണ് കൊടുത്തിരിക്കുന്നത്, കേരള സർക്കാരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കേന്ദ്രമാണ് ഇത് തീരുമാനിക്കുന്നതെന്നും NCT ആണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതെന്നും തുല്യതയെക്കുറിച്ച് NCT ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമായിട്ട് കോടതി വിധികൾ പറയുന്നുണ്ട്. ഇപ്പൊ വന്ന സുപ്രീം കോടതി വിധി മാത്രമല്ല, 2016 വന്നിട്ടുള്ള ഒരു വിധിയും 2020 വന്നിട്ടുള്ള ഒരു വിധിയിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കെ ബീനാവ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ വിധി വരുമ്പോൾ കേന്ദ്ര നിയമങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ഇത്തരം നീക്കങ്ങൾ നിയമത്തിന്റെ ലക്ഷ്യത്തെ തന്നെ നിരാകരിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 2012 തുടങ്ങിയ കേസാണെന്ന് ആലോചിക്കണം. 2020 മെയ് 25 പുറപ്പെടുവിച്ച ശ്രീജ ജേറ്റി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലെ വിധിയിലൂടെ ഹൈക്കോടതി ഈ നിലപാട് ആവർത്തിച്ചു. അതായത് 2016 2020 ഈ വിധി വന്നിട്ടും ഇപ്പോഴുള്ള നോട്ടിഫിക്കേഷനിൽ പോലും ഈക്വലൻസ് കൊടുത്തുകൊണ്ടാണ് കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും LPUPയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും സർക്കാർ പുറത്തിറക്കുന്നത്. ഇതാണ് ഒരുപാട് പേരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതായത് എഴുതിയവരുടെ കുറ്റം കൊണ്ടല്ല, നിലവിൽ ഇങ്ങനെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്താനായിട്ട് അവർക്ക് അങ്ങനെ അധികാരമില്ല എന്നുള്ളത് ഹൈക്കോടതി 2 വിധികളിലൂടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അധ്യാപകർക്കാണ് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. നിയമവിരുദ്ധമായ ഇളവുകളുടെ പേരിൽ കേറ്ററ്റ് യോഗ്യത നേടാത്ത അധ്യാപകർക്ക് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാതിരിക്കാനോ സാധ്യത. ഇതിവിടെ നിലനിൽക്കുമ്പോഴാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നതും വിത്തിൻ 2 ഇയർ 2027 മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും കേറ്ററ്റ് ക്വാളിഫൈഡ് ആയിക്കോണം, ഇല്ലെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടലിന് നേരിടേണ്ടി വരുമെന്നും 5 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് അവരുടെ സ്ഥാനക്കയറ്റത്തിനെ ബാധിക്കുമെന്നും കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പോൾ ആ സുപ്രീം കോടതിക്ക് വിധിക്ക് മുമ്പ് 2 വിധി ഓൾറെഡി ഹൈക്കോടതി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ടെറ്റ് തന്നെ വേണം എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരിക്കുന്നു. അങ്ങനെ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നോട്ടി വെക്കേണ്ട കാര്യമാണ്. അപ്പൊ സുപ്രീം കോടതി വന്നിരിക്കുന്നത് 1 സെപ്റ്റംബർ 2025 വിധി പ്രഖ്യാപിച്ചത്. 2027 സെപ്റ്റംബർ 1 മുമ്പായിട്ട് എല്ലാവരും ടെറ്റ് എഴുതിയെടുത്തിരിക്കണം എന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വിരമിക്കണമെങ്കിൽ ടെറ്റ് വേണ്ട, പക്ഷെ അവർക്ക് ജോലിയും പോയില്ല, എന്നാൽ സ്ഥാനക്കയറ്റം കൊടുക്കില്ല എന്നും സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്.
5 വർഷമോ അതിലധികമോ വിരമിക്കാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഈ ഡേറ്റിൽ 1/9/2025 സമയം വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സായിരിക്കണം. പരാജയപ്പെട്ടാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. ടെറ്റ് നിർബന്ധമായ ഏതെങ്കിലും തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ ടെറ്റ് പാസ്സായിരിക്കണം. നിങ്ങൾക്ക് ഉയർന്ന യോഗ്യതയായ നെറ്റ്, സെറ്റ്, എംഎഡ്, PhD മുതലായ ഉണ്ടെങ്കിൽ പോലും ഇത് നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ 2 കോടതി വിധി അതിനു മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ കോടതി വിധിയിൽ മാത്രമായിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം വന്ന കുറേ വാർത്തകളിൽ ഇത്തരത്തിൽ വരികയും കഴിഞ്ഞ ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയിൽ ഇതിങ്ങനെയൊന്നുമില്ല, സെറ്റ് ഉള്ളവർക്ക് കേറ്ററ്റ് വേണ്ട എന്നുള്ളത് ഇക്വലൻസി തന്നെ ഉള്ളതാണ് എന്നുള്ള രീതിയിൽ വീണ്ടും വാർത്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നമ്മുടെ മാതൃഭൂമിയിൽ ഒരു പുതിയ വാർത്ത ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്നും വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, ആ വാർത്തയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എനിവേ പുതിയ നിയമനങ്ങൾക്ക് ഇത് നിർബന്ധമായി നടത്തണമെന്ന് പറയുന്നുണ്ട്. ഉയർന്ന യോഗ്യതകളായിട്ടുള്ള നെറ്റ്, സെറ്റ്, എംഎഡ്, PhD, MPhil തുടങ്ങിയ ബിരുദങ്ങൾ ടെറ്റിന് പകരമാവില്ല എന്ന് കൃത്യമായിട്ട് ഹൈക്കോടതി വിധി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ടെറ്റ് എന്നത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് അക്കാദമിക് ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ സെറ്റ് ഉണ്ടെങ്കിൽ വേണോ എന്നൊക്കെ ചോദ്യത്തിന് നമുക്ക് ചോദിക്കാൻ അവകാശമൊന്നുമില്ല. NCT ആണ്, അത് 8ാം ക്ലാസ് വരെ ഇത് പറയുന്നുള്ളൂ. ഹൈസ്കൂളിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ കുഴപ്പം, നമ്മൾ 8ാം ക്ലാസ് വരെ 8 തൊട്ട് ഹൈസ്കൂൾ കാണുന്നതുകൊണ്ട് 8 RTയിൽ വരുന്നതുകൊണ്ടും അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു ക്ലാരിറ്റി സർക്കാരാണ് തരേണ്ടത്. ഈ സർക്കാരിന്റെ വ്യക്തതയില്ലാത്ത നയം കാരണം തന്നെയാണ് ഒരുപാട് പേരുടെ ഭാവി ഇപ്പോൾ തുലാസിലായിട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഈ കോടതി വിധികളിലെല്ലാം ഫോക്കസ് ചെയ്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്ന ഏജ് ഗ്രൂപ്പിന് കൃത്യമായിട്ട് ടെറ്റ് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സെറ്റിന് എംഎഡ് ഈക്വലൻസി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് സ്റ്റേറ്റിന്റെ കൺസിഡറേഷൻ ആണ്. കാരണം സ്റ്റേറ്റ് ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പത്രപരസ്യങ്ങളിലോ ഓൺലൈൻ വീഡിയോസിലോ ഒക്കെ എംഎഡ് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം, BEd വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പലരും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പിൻവാതിൽ നിയമനങ്ങളിലൂടെ കടന്നു കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇങ്ങനൊരു സോർട്ടിംഗ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു എക്സാം നടത്തിയില്ല എങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം നേടിയെടുത്ത ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോൾ ഇതില്ലാത്ത ആൾക്കാർ പിൻവാതിലൂടെ കയറുന്നത് തടയപ്പെടണമെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കണം. അത് LPക്ക് സെപ്പറേറ്റ്, UPക്ക് സെപ്പറേറ്റ്, ഹൈസ്കൂൾ സെപ്പറേറ്റ്, ഹയർ സെക്കൻഡറിക്ക് സെപ്പറേറ്റ് എന്ന രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ് അതിന്റെ നേരായ വഴി, ശരിയായ വഴി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സർവീസിലുള്ളവരെ സംബന്ധിച്ച് എന്താണ് തീരുമാനിക്കുന്നതിനെ കുറിച്ച് അത് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ വിധിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വാർത്ത. നിങ്ങൾ ശ്രദ്ധിക്കണം, നിയമനം നേടുന്നവർ കുറിക്കില്ല ഏതാ ടെറ്റ് നിർബന്ധമായ ശേഷവും ഇളവുകൾ ഉള്ളപ്പോൾ നിയമനം നേടിയിട്ടുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ തന്നെ മാതൃഭൂമി ഇന്നും അതൊരു വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള പല മാധ്യമങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വീണ്ടും ചർച്ചയാവുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് മുമ്പിലുള്ള പോംവഴി എന്ന് പറയുന്നത്? നിങ്ങൾ ഒട്ടും വൈകാതെ 2027 മുമ്പായിട്ട് ടെറ്റ് എഴുതിയെടുക്കുക. വിധി വീണ്ടും ഹയർ അപ്പീലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അനുകൂലമായിട്ട് വരാം, ചിലപ്പോൾ പ്രതികൂലമായിട്ട് വരാം. അത് ഡിപ്പെൻസ് നമ്മുടെ ഭാഗ്യത്തെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ആദ്യ അവസരം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബറിലെ ടെറ്റ് എക്സാം എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ടെറ്റ് എക്സാം എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇത്രയും ഈ കാലത്ത് 2025 എന്തോരം വലിയ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. എൻട്രി ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോംസ് അവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. എൻട്രി ടീച്ചേഴ്സിന് വേണ്ടി, സ്പെഷ്യൽ ടീച്ചേഴ്സിനും ഇനി വരാൻ പോകുന്ന BEd DELD വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടെറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നല്ല സൊല്യൂഷൻ. ഈ വിധിയിൽ മാറ്റം ഉണ്ടായാൽ ഓക്കെ, മാറ്റം ഉണ്ടായില്ലെങ്കിലോ നിങ്ങളുടെ കരിയറിനെ തന്നെ നശിപ്പിക്കാൻ അത് മതിയാകും എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടെറ്റ് എഴുതിയെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് വീണ്ടും ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.